ഹായ് ഡിയർ ഫാമേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15/12/2023 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ രാത്രി കാലങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. എന്നിരുന്നാലും നമ്മൾ ഓരോ ദിവസത്തെയും ഫാം റേറ്റും അതേപോലെ തന്നെ ചിക്സ് റേറ്റൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലും അപ്ഡേറ്റ് ചെയ്തിടാറുണ്ട്. യൂട്യൂബിൽ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ടാബിലാണ് അത് ഇമേജായിട്ട് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഞാൻ എല്ലാ ദിവസത്തെ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാമെന്നുള്ളത്. അങ്ങനെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ആ റേറ്റ് കിട്ടുന്നുണ്ടാവും. അല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസത്തെ വീഡിയോയിലും ലൈക്ക് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഫാം റേറ്റ് അതേപോലെ തന്നെ ചിക്സ് റേറ്റ് നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമേഴ്സ് പേഴ്സണലി വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു മാസത്തോളം റേറ്റ് വല്ലാതെ കുറഞ്ഞു. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് റേറ്റിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റ് ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിയുന്നത് വരെ, ന്യൂ ഇയർ കഴിയുന്നത് വരെ നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, ഇപ്പം നമുക്ക് ഒരു 1,900 2 കിലോ 2,200 വെയിറ്റായ കോഴികളുണ്ട്. 1,900 ആയ കോഴികൾ കൊടുക്കണമെന്ന് പറയുന്നില്ല. എന്തായാലും 2 പുറത്തായ കോഴികൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മളത് കൊടുക്കുക. ഇനി കുറച്ചും കൂടെ റേറ്റ് ആവട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പണി കിട്ടും. പറയാൻ പറ്റത്തില്ല. കാരണം ക്രിസ്മസിന് ന്യൂ ഇയർ ഈ ഒരു സമയത്ത് എത്രത്തോളം ചിക്കൻ ചിലവാകുന്നോ എത്രത്തോളം മാർക്കറ്റിൽ ചിക്കൻ ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ചൊക്കെ പ്ലേസ്മെൻറ്റ് എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വിചാരിച്ച ആരും തന്നെ പാനിക്കായിട്ട് എടുത്ത് ചാടി കൊടുക്കണം എന്നല്ല പറയുന്നത്. വെയിറ്റായ കോഴികൾ അതിൻ്റെ സമയത്ത് എന്തായാലും നമ്മൾ ഒഴിവാക്കുക. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ഭാവിയിൽ നമുക്ക് ആ റേറ്റിങ്ങിനെ പിടിച്ച് നിർത്താൻ പറ്റും. അതേപോലെ തന്നെ ബ്രോസ്റ്റിന് പിടിക്കുന്ന കോഴികൾ അത് നമ്മൾ മാക്സിമം പ്രീമിയം മേടിച്ചിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ എല്ലാ ഫാമേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇപ്പോൾ ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അതേപോലെ തന്നെ ചിക്സ് റേറ്റ്, ഇപ്പോൾ ചിക്സ് റേറ്റ് ഫാം റേറ്റ് കൂടിയതോടെ തന്നെ ചിക്സ് റേറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചിക്സ് റേറ്റ് ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തൊട്ടതായ ഒരു കമൻറ്റായിട്ട് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നമ്പർ അയച്ച് തന്നിട്ട് കാര്യമില്ല. ഞാൻ എല്ലാ ദിവസത്തെ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ വീഡിയോൻ്റെ തൊട്ടതായ അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇനിയിപ്പോൾ ഇന്നത്തെ റേറ്റ് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് 98 രൂപയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കഴിഞ്ഞ ഒരു മാസത്തോളമായി വില കുറവിൽ ഇങ്ങനെ നിൽക്കുന്നതിനൊരു മാറ്റം എന്തായാലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് തീർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റേറ്റ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വയനാട് ഓപ്പൺ റേറ്റ് നോക്കുകയാണെങ്കിൽ 103 രൂപയാണ് ഇപ്പോൾ വയനാട് ഓപ്പൺ റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും 97 രൂപയിൽ കുറയാത്ത രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും കൺഫേം റേറ്റ് നടക്കുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രോസ്റ്റിന് പിടിക്കുന്ന കോഴികൾക്കാണെങ്കിൽ 102, 103 എന്ന രീതിയിലാണ് അതിൻ്റെ റേറ്റ് നടക്കുന്നത്. മാക്സിമം ഫാമേഴ്സ് അത് ആ റേറ്റ് വെച്ച് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ 34, 35, 36, 37 എന്ന രീതിയിലാണ് ഇപ്പോൾ ചിക്സ് റേറ്റ് നടക്കുന്നത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റേറ്റ് അപ്ഡേഷൻ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കാണുന്ന സുഹൃത്തുക്കളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.